ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാനും ഇതുപോലൊരു ചാനൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ ആയിരിക്കണം. പക്ഷെ എന്താ ചെയ്യാന്നറിയാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴേ എനിക്ക് തോന്നി എൻ്റെ വീട്ടിലുള്ള ചെറിയ ചെറിയ കാഴ്ചകളും അതുപോലെ തന്നെ ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് തോന്നി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ, വീടിൻ്റെ ഫ്രണ്ട് സൈഡാണിത്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മെറ്റലൊക്കെ വിരിച്ച്, ആദ്യം അതിൻ്റെ അടിയിലൊരു ഷീറ്റ് വിരിച്ച്, മെറ്റൽ വിരിച്ച്, പിന്നെ കളർ സ്റ്റോണുകളൊക്കെ വിരിച്ച് അതിനെ സെറ്റാക്കി ഇതുപോലെ ഞാനതിനെ ഭംഗിയാക്കി സ്റ്റോണുകളൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചെടിച്ചട്ടികൾ വെക്കണം കേട്ടോ. വെച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഞാൻ അതിലേക്ക് ചെടിച്ചട്ടികളൊക്കെ എടുത്ത് വെച്ചു അതിൻ്റെ മുകളിലേക്ക്. ഇതേപോലെ തന്നെയാണ് ഞാൻ അപ്പുറത്തെ സൈഡും ചെയ്തത് കേട്ടോ. ഇതേ സെയിം തന്നെയാണ് അപ്പുറത്തെ സൈഡിലും ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ വീടിൻ്റെ ഉള്ളിലും ഇതുപോലെ കുറച്ച് ചെടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്, കുറച്ച് മണി പ്ലാന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതും ഇതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഞാൻ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബൗളുകളാണ് കേട്ടോ. അപ്പോൾ അതൊന്നും മണ്ണിലല്ല കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ അക്വേറിയത്തിലൊക്കെ ഇടുന്ന സ്റ്റോണില്ലേ, അത് വാങ്ങിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൽ ഡയറക്റ്റായിട്ട് അങ്ങനെ ചെടി വെച്ചിരിക്കുക കേട്ടോ. അതിൻ്റെ പലതരത്തിലുള്ള കല്ലുകൾ ഞാൻ വാങ്ങിയിട്ട് ഓരോ ബൗളിലും ഓരോ കളറ് കല്ലുകൾ ഇട്ടിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ചെടികൾക്കൊക്കെ വേരൊക്കെ ആയി, ചെടികളൊക്കെ വളരാൻ തുടങ്ങി, നന്നായിട്ട് വളരാൻ തുടങ്ങി. പിന്നെ ഇലകളിലൊക്കെ നനവ് കാണുന്നത് ഞാനിന്ന് ചെടി നനച്ചപ്പോൾ എടുത്ത വീഡിയോ ആയതുകൊണ്ടാട്ടോ ഇലകളിലൊക്കെ നനവ് കാണുന്നത്. ഇത് ഞാൻ മണ്ണിലാട്ടോ വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ അകത്ത് വെച്ചിരുന്ന ചെടിയാണ്. അപ്പോൾ ഈ മഴയൊക്കെ കാരണമേ ഒന്ന് വെയിൽ കൊണ്ടോട്ടെ എന്ന് വെച്ചിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചതാട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ വെച്ചിട്ടുള്ളത് മുഴുവൻ മണ്ണിലാണ് കേട്ടോ. എല്ലാം മണി പ്ലാന്റുകളാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെയും 1-2 ചെടികളുണ്ട്. അതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയാണ്. അത് പെട്ടെന്ന് വളരുകയും ചെയ്യും, നല്ല തിക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. നല്ല ഭംഗിയാണത്. പിന്നെ അധികം അതിനെ നമ്മളിങ്ങനെ പരിപാലിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞ ചെടിയാണത് കേട്ടോ. അപ്പോൾ എല്ലാ ചെടികളും 2 ആഴ്ചയൊക്കെ ആയിട്ടേ ഉള്ളൂ ഞാനിതിങ്ങനെ സെറ്റ് ചെയ്തിട്ട്. പക്ഷേ എല്ലാ ചെടികളും നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാനിങ്ങനെ പുറത്ത് പോകുമ്പോൾ പല പല നഴ്സറികളിൽ നിന്നായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ഇൻഡോർ പ്ലാനൊക്കെ അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ചില ചെടികളുടെ പേരുകളൊന്നും എനിക്കറിയില്ല. അതുപോലെ പുറത്തും ഉണ്ട് ചെടികൾ. ഇതെല്ലാം ഞാൻ പുറത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെയും പല ചെടികളുടെയും പേര് എനിക്കറിയില്ല കേട്ടോ. അവർ വാങ്ങുമ്പോൾ പറഞ്ഞു തരുമൊക്കെ ചെയ്യും, പക്ഷെ ഞാൻ വീടെത്തുമ്പോഴേക്കും അത് മറന്നു പോകും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പേര് പറയൂ കേട്ടോ. ഈ സൈഡിലൊക്കെ ഞാൻ വെച്ചിട്ടുള്ളത് വെറും ഇലകളാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ചെടി. ഒരു വാഴയുടെ ഇല പോലത്തെ, ഇതിനെന്താ കലാത്തിയാന്നോ അങ്ങനെ എന്തോ ആണ് അവർ പറഞ്ഞത്. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഈ ചെടി. അതുപോലെ തന്നെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് മണ്ണിൽ വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് തന്നത്. പക്ഷെ മണ്ണിൽ വെക്കാനുള്ള സ്ഥലം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ചും കൂടെ വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ വാങ്ങിയിട്ട് അതിൽ വെച്ചതാണ് കേട്ടോ. ഇത് മണി പ്ലാന്റ് ആണ്. അത് പടരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു PVC പൈപ്പിൽ ഇങ്ങനെ കയറൊക്കെ ചുറ്റി വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ സൈഡിൽ ഞാൻ വെച്ചിട്ടുള്ളതെല്ലാം പൂവുകളുള്ള ചെടികളാണ്. പിന്നെ ഈ മഴവെള്ളം ഈ സൈഡിൽ കൂടെയാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ മഴവെള്ളം മൊത്തം പോകുന്നത്. അപ്പോൾ അത് നല്ലൊരു വൃത്തികേട് പോലെ എനിക്ക് തോന്നിയപ്പോൾ അതിനും കൂടെ ഉള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ആ ഭാഗത്ത് തന്നെ ഈ ചെടികൾ വെച്ചത്. അപ്പോൾ അത് കാരണം ഇപ്പം അധികം വെള്ളം പോകുന്നത് അറിയുന്നില്ല, അടിയിൽ കൂടെ പോകുന്നത് അറിയുന്നില്ല. നല്ല വൃത്തിയായിട്ട് ചെടികൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പലതരത്തിലുള്ള തെച്ചികളും അതുപോലെ തന്നെ പലതരത്തിലുള്ള കളർ റോസുകളൊക്കെയാണുള്ളത്. ഇത് പിന്നെ ഞാൻ നമ്മൾ ഈ ടയറില്ലേ, അത് കളർ കൊടുത്തിട്ട് അതിൽ മണി പ്ലാന്റ് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ഉരുളി പോലെ കാണുന്നത് അതാണ്. ഇത് കാറ്റ്സ് ഗ്ലോ ഇങ്ങനെ ആർച്ച് പോലെ പല യൂട്യൂബ് ചാനലിലും അതുപോലെ പല വീടുകളിലൊക്കെ കണ്ടിട്ട് ആഗ്രഹം കൊണ്ട് ഒന്നിങ്ങനെ ഞങ്ങളുടെ ഒരു കൊച്ചു ഐഡിയയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് വെച്ചിട്ടേ ഉള്ളൂ, ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ. എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത് പിന്നെ തുളസിത്തറയാണ് കേട്ടോ. അതിൽ മഞ്ഞളും തുളസിയും കൂടെയാണ് വെച്ചിരിക്കുന്നത്. ഇതും മണി പ്ലാന്റ് തന്നെയാണ്. അതിങ്ങനെ വലുതാവാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ കയറിട്ടിട്ട് പടർത്തി വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിലേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ.